വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾക്ക് കുത്തനെ വില കൂട്ടി. ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപയാണ്. ഗ്യാസ് സിലിണ്ടറുകളുടെ കുത്തനെയുള്ള വില വർധന ഹോട്ടലുകളെ കാര്യമായി തന്നെ ബാധിച്ചേക്കും. ഭക്ഷണത്തിന് വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചായ മുതൽ എല്ലാത്തിനും വില വർദ്ധിപ്പിക്കുമെന്നും വില കൂട്ടുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നും അസീസ് മൂസ പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം അവസാനിച്ചതോടുകൂടി സിലിണ്ടറുകൾക്ക് വ്യാപകമായി അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിലവർധന ഉണ്ടായിരിക്കുകയാണ്. അത് ഹോട്ടലുകളെ കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ തന്നെയാണ്. അസീസ്, ഒരു ഘട്ടത്തിൽ സിലിണ്ടറുകൾ ഇല്ലായിരുന്നു, കിട്ടിയപ്പോൾ 1000 രൂപയോളം വർദ്ധിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇനി ഹോട്ടലുകൾ മുന്നോട്ട് പോകുന്നത്? ഇത് സാധാരണക്കാരന് നേരിട്ട് ബാധിക്കാൻ പോകുന്നുണ്ട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഗ്യാസ് സിലിണ്ടർ ലഭ്യമല്ലാത്തൊരവസ്ഥ, അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം, ഇപ്പോൾ ഇന്ന് രാവിലെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. അതായത് 993 രൂപ. 1000 എന്തുകൊണ്ട് തികച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാര്യം 993 രൂപയാണ് കൂടിയേക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റും പെട്രോളിയം മന്ത്രിമാരും എല്ലാവരും തന്നെ അതിൽ ഇടപെടണം. എങ്ങനെയായിരിക്കും നിങ്ങൾ ഇതിനോട് റിയാക്ട് പ്രതിഷേധിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇന്നോ നാളെയോ ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടിയിട്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതിഷേധം തീരുമാനിക്കും. കൂടാതെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഏറ്റവും പെട്ടെന്ന് ഒരു ഹോട്ടലുകാരന് സർവൈവ് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വില കൂട്ടുക എന്നുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊതുജനങ്ങളിലേക്ക് അത് എത്തിപ്പെടും. അതായത് വില കൂടും, ഉറപ്പാണ് വില കൂടും. കാര്യം അല്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കുക? ഒരു സിലിണ്ടർ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഒരു ഹോട്ടലുകാരന് വരെ 1000 രൂപ അഡീഷണൽ ചെലവാണ്. ഈ 1000 രൂപ അവനെ എവിടെ നിന്ന് കണ്ടെത്തും? അപ്പോൾ തീർച്ചയായിട്ടും വില കൂട്ടിയേ പറ്റുള്ളൂ. സ്ഥാനം നിലനിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമല്ലേ, ഞങ്ങളുടെ ഉപജീവനമല്ലേ ഈ പ്രസ്ഥാനം. അപ്പോൾ ഈ പ്രസ്ഥാനം നിലനിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് വില കൂട്ടിയല്ലേ പറ്റുള്ളൂ. കാര്യം മറ്റുള്ള രീതിയിൽ ഈശ കാലിയാവാതിരിക്കണമെങ്കിൽ ആ ഹോട്ടലിലെ മെനു ബോർഡൊന്ന് കണ്ടിട്ട് അകത്ത് കയറി ഭക്ഷണം കഴിക്കുക. കാരണം ഉറപ്പാണ്, കാര്യം ഇന്നിപ്പോൾ 12 രൂപക്കും 10 രൂപക്കൊക്കെ ചായ വെക്കുന്ന പല കടകളുണ്ട്. അതൊക്കെ മിക്കവാറും ഒരു 14 15 ഒക്കെ ആയി മാറും എന്നുള്ളതിലൊരു സംശയമില്ല. പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സംഘടിപ്പിച്ചേ പറ്റുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്തായാലും ഹോട്ടൽ അസോസിയേഷനും ഹോട്ടൽ മുതലാളിമാരും എല്ലാം പറയുന്നവർക്ക് വില കൂട്ടിയേ പറ്റുള്ളൂ. കാരണം വലിയ രീതിയിലുള്ള വാണിജ്യ സിലിണ്ടറിന്റെ വില വർധന ഉണ്ടായിരിക്കും. ഇനി വരും ദിവസങ്ങളിൽ പെട്രോളും ഡീസലും വില കൂടിയാൽ സ്വാഭാവികമായും അത് ഹോട്ടലുകാർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 1000 രൂപ മാത്രമല്ല കൂടിയത്. യുദ്ധത്തിന് മുമ്പ് 1600 രൂപ ഉണ്ടായ സിലിണ്ടറിനാണ് ഇപ്പം 3100 രൂപ വന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ നമ്മൾക്ക് ഹോട്ടൽ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും പ്രൈസ് കൂട്ടിയേ പറ്റുള്ളൂ. അതുതന്നെയാണ്, വില വർദ്ധിപ്പിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്കാണ് ഹോട്ടൽ അസോസിയേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ പ്രതികരണങ്ങളും കൂടുതൽ അറിയിപ്പും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.